എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വഞ്ചിപ്പാട്ടിന്റെ വൃത്തം ഏതാണ്? ഓപ്ഷൻസ്: കാകളി, കളകാഞ്ചി, മഞ്ചരി, നദോന്നത. ഉത്തരം നദോന്നത. നദോന്നത എന്നതാണ് വഞ്ചിപ്പാട്ടിന്റെ വൃത്തം. അടുത്ത ചോദ്യം നോക്കാം. ശനിദേവന്റെ വാഹനം ഏതാണ്? ശനിദേവന്റെ വാഹനം ഏതാണ്? ഓപ്ഷൻസ്: മയിൽ, കാക്ക, ആന, പുലി. ഉത്തരം കാക്ക. കാക്കയാണ് ശനിദേവന്റെ വാഹനം. അടുത്ത ചോദ്യം നോക്കാം. ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഉത്സവം ഏതാണ്? ഓപ്ഷൻസ്: മകരമേള, മാമാങ്കം, കുംഭമേള, ഹിന്ദുമേള. ഉത്തരം മാമാങ്കം. മാമാങ്കമാണ് ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഉത്സവം. അടുത്ത ചോദ്യം നോക്കാം. ശ്രുതി മാത എന്ന ചൊല്ലിന്റെ ശേഷിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻസ്: സംഗീതം മാർഗം, യഥോധർമ്മ തഥോജയ, ലയപിത, ധർമ്മസ്യ ഗഹനഗതി. ഉത്തരം ലയപിത. ലയപിത എന്നാണ് ശ്രുതി മാത എന്ന ചൊല്ലിന്റെ ശേഷിക്കുന്ന ഭാഗം. അടുത്ത ചോദ്യം നോക്കാം. മന്മഥ പ്രീതിക്കായി നടത്തിയിരുന്നതായി പറയുന്ന ആഘോഷം ഏതാണ്? ഓപ്ഷൻസ്: ചന്ദ്രോത്സവം, സർപ്പയജ്ഞം, പൗർണമി പൂജ, സോമയാഗം. ഉത്തരം ചന്ദ്രോത്സവം. ചന്ദ്രോത്സവമാണ് മന്മഥ പ്രീതിക്കായി നടത്തിയിരുന്നതായി പറയുന്ന ആഘോഷം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ കർണൻ കേന്ദ്ര കഥാപാത്രമായ മലയാള കൃതി ഏതാണ്? ഓപ്ഷൻസ്: യയാതി, രണ്ടാമൂഴം, ഇനി ഞാൻ ഉറങ്ങട്ടെ, ഭാരത പര്യടനം. ഉത്തരം ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന മലയാള കൃതിയിലാണ് കർണൻ കേന്ദ്ര കഥാപാത്രമായത്. അടുത്ത ചോദ്യം നോക്കാം. ഏത് കലയിൽ നിന്നാണ് മോഹിനിയാട്ടം രൂപപ്പെട്ടത്? ഓപ്ഷൻസ്: കഥകളി, ദേവദാസി നൃത്തം, കൃഷ്ണനാട്ടം, രാമനാട്ടം. ഉത്തരം ദേവദാസി നൃത്തം. ദേവദാസി നൃത്തത്തിൽ നിന്നാണ് മോഹിനിയാട്ടം രൂപപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. ശ്രീരാമന്റെ അവതാരകാലം ഏതാണ്? ശ്രീരാമന്റെ അവതാരകാലം ഏതാണ്? ഓപ്ഷൻസ്: കലിയുഗം, ദ്വാപരയുഗം, കൃതയുഗം, ത്രേതായുഗം. ഉത്തരം ത്രേതായുഗം. ത്രേതായുഗമാണ് ശ്രീരാമന്റെ അവതാരകാലം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ജൈനബുദ്ധ മതാനുയായി ആരാണ്? ഓപ്ഷൻസ്: ചരകൻ, അശ്വഘോഷൻ, ശുശ്രുതൻ, ഭർതൃഹരി. ഉത്തരം അശ്വഘോഷൻ. അശ്വഘോഷനാണ് ജൈനബുദ്ധ മതാനുയായി. അടുത്ത ചോദ്യം നോക്കാം. ശ്ലോകങ്ങൾ അക്ഷരക്രമത്തിൽ അവതരിപ്പിക്കുന്ന സാഹിത്യ വിനോദം ഏതാണ്? ഓപ്ഷൻസ്: പദ്യപാരായണം, അക്ഷരശ്ലോകം, കവിതാരചന, സമസ്യാപൂരണം. ഉത്തരം അക്ഷരശ്ലോകം. ശ്ലോകങ്ങൾ അക്ഷരക്രമത്തിൽ അവതരിപ്പിക്കുന്ന സാഹിത്യ വിനോദമാണ് അക്ഷരശ്ലോകം. അടുത്ത ചോദ്യം നോക്കാം. കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള കന്നഡ കലാരൂപം ഏതാണ്? ഓപ്ഷൻസ്: ഓട്ടൻതുള്ളൽ, പടയണി, യക്ഷഗാനം, കാളിയൂട്ട്. ഉത്തരം യക്ഷഗാനം. യക്ഷഗാനമാണ് കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള കന്നഡ കലാരൂപം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ കഥാപ്രസംഗ കലയുടെ ആദ്യ രൂപം ഏതാണ്? ഓപ്ഷൻസ്: കൂടിയാട്ടം, ചാക്യാർകൂത്ത്, പാടകം, ഹരിക്കഥ. ഉത്തരം ഹരിക്കഥ. ഹരിക്കഥയാണ് കഥാപ്രസംഗ കലയുടെ ആദ്യ രൂപം. അടുത്ത ചോദ്യം നോക്കാം. ക്ഷേത്രങ്ങളിൽ മുളയീട് പൂജ നടത്തുന്ന സ്ഥലം? ഓപ്ഷൻസ്: നാലമ്പലം, തിടപ്പള്ളി, ശ്രീകോവിൽ, മുളയറ. ഉത്തരം മുളയറ. മുളയറയാണ് ക്ഷേത്രങ്ങളിൽ മുളയീട് പൂജ നടത്തുന്ന സ്ഥലം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ക്ഷേത്രത്തിലല്ലാതെ കൂത്തമ്പലമുള്ള സ്ഥലം ഏത്? ഓപ്ഷൻസ്: കേരള കലാമണ്ഡലം, വാസ്തുവിദ്യാ ഗുരുകുലം, ക്ഷേത്ര കലാപീഠം, കേരള സംഗീത നാടക അക്കാദമി. ഉത്തരം കേരള കലാമണ്ഡലം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.